നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. റഫേലിൽ മോദിക്ക് തിരിച്ചടിയായി സുപ്രീം കോടതിയുടെ ഉത്തരവ്. ക്ലീൻ ചിറ്റ് ലഭിച്ചു എന്ന നെഞ്ചളവിന്റെ വലിപ്പം ചുരുങ്ങുകയാണ്. ഇത് രഹസ്യമാണെന്നും ഇത് രാജ്യരക്ഷയ്ക്ക് ഉള്ളതാണെന്നും പറഞ്ഞുള്ള ഗിമ്മിക്കുകൾക്കും കൊഞ്ഞണം കുത്തുകൾക്കും വിരാമം. മറക്കാൻ ഉദ്ദേശിച്ച് പൂഴ്ത്തിവെച്ചതൊക്കെയും പരിഗണിക്കുന്നു. ഇന്നത്തെ കോടതി തീരുമാനം പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാക്കുന്നത് എന്തൊക്കെയാണ്? ഇന്ന് എല്ലാം കൊണ്ട് മോദിക്ക് തിരിച്ചടിയുടെ ദിനങ്ങളാണ്. മുള്ളിനെ മുള്ളുകൊണ്ടെടുത്തതുപോലെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോദിയെ ആശ്ലേഷിച്ചതും വലിയ വിവാദമായിരിക്കുകയാണ്. ഇങ്ങനെ തിരിച്ചടികളുടെ മോഡി ദിനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം റാഫേലിന്റെ ഇന്നത്തെ കോടതി ഉത്തരവ്. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, RSP ലെനിനിസ്റ്റ് നേതാവ് അഡ്വക്കേറ്റ് ബലദേവ്, BJPയെ പ്രതിനിധീകരിച്ച് ജന്മഭൂമിയിൽ നിന്നും P. ശ്രീകുമാർ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. റഫേലിൽ മോദിക്ക് തിരിച്ചടിയാണോ ഇന്നത്തെ സുപ്രീം കോടതിയിൽ നിന്നും എത്തുന്ന വാർത്തകൾ എന്നതാണ് നാം ആദ്യമായി പരിശോധിക്കുന്നത്. മോദിക്ക് വലിയ വീഴ്ചകളും വലിയ തിരിച്ചടികളും ലഭിച്ച ദിനങ്ങളാണിന്ന്. പാക് പ്രധാനമന്ത്രി മോദി ഇവിടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്നത് വലിയ ഞെട്ടലാണ് BJP കേന്ദ്രങ്ങളിൽ തന്നെ ഉളവാക്കിയിരിക്കുന്നത്. ഒപ്പം നമ്മോ TVക്ക് അടക്കം അനുമതിയില്ലാത്ത അവസ്ഥയുണ്ട്. ലാത്തൂരിൽ തെരഞ്ഞെടുപ്പിനിടെ സൈനിക വിജയത്തെ ഉപയോഗിച്ച മോദിക്കെതിരെ വിശദീകരണവുമായി ശക്തമായ നടപടിക്കുള്ള സാധ്യതകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നെത്തുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് റഫേലും പരിശോധിക്കപ്പെടുന്നത്. അഡ്വക്കേറ്റ് ദീപക് പ്രകാശിലേക്ക്. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അതായത് ഇന്ന് റഫേലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നെത്തിയ ഉത്തരവുകൾ ഏതൊക്കെ രാഷ്ട്രീയ മാനങ്ങളിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്, രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി നിയമ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ പരിപ്രേക്ഷ്യത്തിൽ ഇന്നത്തെ ഉത്തരവിനെ കാണേണ്ടതുണ്ട്. ആദ്യം ഈ കേസ് ഒരു റിവ്യൂ പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയിൽ വന്നതാണ്. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് 3ഓളം പൊതുതാൽപര്യ ഹർജികൾ കോടതി തള്ളിയിരുന്നു. അതിനുശേഷം ഇതിൽ കുറച്ചുകൂടി രേഖകളെല്ലാം പുറത്തു വരികയും അത് ഹിന്ദു പത്രം പ്രസിദ്ധീകരിക്കുകയും വളരെ പ്രധാനപ്പെട്ട 3 ഡോക്യുമെന്റ്, വളരെ പ്രധാനമുള്ള ഡോക്യുമെന്റ് പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ മുൻപുണ്ടായിട്ടുള്ള വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയ അവസരത്തിൽ ഗവൺമെന്റ് പ്രാഥമികമായി ഉന്നയിച്ച കുറേ തടസ്സവാദങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട് ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. കാരണം ഇത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയാണ് കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാനും ഉള്ള ആവശ്യമില്ല. തീർച്ചയായും സൈനിക ഇടപാടാണ്, അതിൽ കോടതി ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ പുറത്തു വന്ന രേഖകൾ കളവായി എടുത്ത രേഖകളാണ്. ഇത് റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം കിട്ടാൻ സാധ്യതയില്ലാത്ത രേഖകളാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ പരിശോധിക്കേണ്ട കാര്യമില്ല, ഈ വിധി പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല, ഈ രേഖകൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്നെല്ലാമാണ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. വളരെ വിശദമായി വാദം കേട്ടതിനു ശേഷം 3 ജഡ്ജിമാരും ഒരേപോലെ തന്നെ ഈ കേസ് വാദം കേൾക്കാമെന്നും പുനഃപരിശോധിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇതിന് രാഷ്ട്രീയ മാനം എന്ന് പറയുന്നതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിൽ കൂടി ഇത്രയും കാലം ഒരു ക്ലീൻ ചിറ്റ് പോലെ BJPക്ക് ഉണ്ടായിരുന്ന, അവർ ഇതിൽ നടത്തിയ നടപടികളെല്ലാം സുതാര്യമായിരുന്നു എന്നൊരു തോന്നൽ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അതല്ല കാര്യങ്ങൾ. തീർച്ചയായും തന്നെ ഈ കേസിൽ പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കോടതി പറഞ്ഞ ഒരു വിഷയം, രേഖകൾ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ, അത് കളവായിട്ടെടുത്തായിരിക്കാം, മോഷ്ടിച്ചതായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഈ രേഖകളുടെ ആധികാരികത ആരും തന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഇത് ആധികാരികമല്ല എന്ന് പറഞ്ഞിട്ടില്ല. രാജ്യസുരക്ഷയിൽ ഉപരിയായി അഴിമതി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഗ്രസിക്കുന്ന ഒരു പ്രശ്നമാണ്. അഴിമതിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള വിഷയമാണ്. അത് പരിശോധിക്കണം എന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ നിലവിലെ അവസ്ഥ, മുമ്പ് തള്ളിയ അപേക്ഷയിലെ റിവ്യൂ ഹർജി പരിഗണിക്കും. അത് ഓപ്പൺ കോടതിയിൽ പരിഗണിക്കുമോ അതോ ജഡ്ജിമാരുടെ ചേംബറിൽ പരിഗണിക്കുമോ എന്നറിയില്ല. ഇതിൽ വിശദമായി വാദം കേൾക്കാനുള്ള അവസരം ഓപ്പൺ കോടതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി ഇതിലൊരു തീരുമാനമുണ്ടാവുന്നത്. ഇത്രയും കാലം ഇത് സാമാന്യ ബുദ്ധിക്ക് തിരക്കാത്ത ഒരു
ഉത്തരവായിട്ടാണ് മുമ്പ് ഇത് ആൾക്ക് ബോധ്യപ്പെട്ടത്. കാരണം ഇത്രയും കൂടുതൽ രേഖകൾ വന്നിട്ട് പോലും ഇത് കളവായ രേഖകളാണ്, അതുകൊണ്ട് സത്യം സത്യമല്ലാതെ ആവുന്നില്ല. വളരെ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ 18 പേജ് അടങ്ങിയ ഒരു രേഖ, മറ്റു 2 രേഖകൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട്, ഈ രേഖകളെല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം മുമ്പ് കോടതി തീർപ്പാക്കിയ 3 ഹർജികളിലെ കാര്യങ്ങൾ വേണമോ വേണ്ടതെന്ന്. അരുൺ ഷൂരി ഉണ്ട്, പ്രശാന്ത് ഭൂഷൺ ഉണ്ട്, സഞ്ജയ് സിംഗ് ഉണ്ട്, ഈ കോടതിയിൽ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന മനോഹർലാൽ ശർമ്മയുടെ പരാതിയുണ്ട്. പല ആളുകളുടെയും പരാതികൾ ഒരുമിച്ചാണ് തള്ളിയത്. അതിപ്പോൾ വീണ്ടും കോടതി പരിഗണിക്കും. ഇതിൽ എന്താണ് തീരുമാനം ഉണ്ടാവുക എന്ന് നമ്മൾ അറിഞ്ഞ് കാണണം. എന്താണെങ്കിലും ഇതിലെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റിലയൻസ് കമ്പനിയുടെ ഈ കാര്യത്തിലുള്ള പരിജ്ഞാനം, പല കാര്യങ്ങളും അന്ന് ഉന്നയിച്ചതെങ്കിലും അതിലേക്കൊന്നും കോടതി പോവാതെ തള്ളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അത് വീണ്ടും പരിശോധിച്ച് ഇതിൽ വളരെ യുക്തമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും BJP പ്രതിനിധിയായി ജന്മഭൂമി മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ P. ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, റിവ്യൂ ഹർജികൾ എടുക്കാൻ തീരുമാനിച്ചതോടെ പ്രഥമ ദൃഷ്ട്യാ പ്രതിപക്ഷമടക്കം JPC അന്വേഷണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ ബലം നൽകുകയാണ്. ഇതാണ് കോടതിയുടെ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ബോധ്യമാകുന്ന രാഷ്ട്രീയ വസ്തുത. അല്ല, ബഹുമാനപ്പെട്ട വക്കീൽ പോലും അതിൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമില്ല. ഇത് തികച്ചും ഒരു നിയമപരമായ ഒരു സംഗതിയാണ്. റിവ്യൂ ഹർജി വന്നപ്പോൾ പുറത്ത് ഒരു ഡോക്യുമെൻ്റ് വന്നു. ആ ഡോക്യുമെൻ്റ് പരിഗണിക്കരുത്, ആ ഡോക്യുമെൻ്റ് കളവ് ഡോക്യുമെൻ്റ് ആണെന്ന് സുപ്രീം കോടതിയിൽ KK വേണുഗോപാൽ അറ്റോർണി ജനറൽ വാദിച്ചു. ആ ഡോക്യുമെൻ്റ് തെറ്റാന്ന് വാദിച്ചതല്ല, ആ ഡോക്യുമെൻ്റ് കളവ് ഡോക്യുമെൻ്റ് ആണ്. അത് ഇങ്ങനെ പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കേണ്ട ആവശ്യമില്ല. ചില സുരക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കോടതിയിലോ അല്ല എവിടെയും പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് പരിഗണിക്കരുതെന്ന് പറഞ്ഞു. അന്ന് തന്നെ അന്നത്തെ ജസ്റ്റിസ് ജോസഫ് പറഞ്ഞു, തെളിവല്ലേ, അങ്ങനെ കളഞ്ഞു കിട്ടിയോ എങ്ങനെ മോഷ്ടിച്ചോ എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നില്ല, അതുകൊണ്ട് അത് പരിഗണിക്കാൻ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറഞ്ഞു പരിഗണിക്കുന്നെങ്കിൽ പരിഗണിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കോടതി കേസ് മാറ്റിവെച്ചത്. ഇതൊരു വലിയ സംഭവമല്ല. ഇന്നിപ്പോൾ ഈ കോടതി നടന്ന ഒരു കാര്യമൊന്നുമല്ല. അത് പരിശോധിക്കട്ടെ. ഈ സുപ്രീം കോടതി തന്നെയാണ് ഇതിലൊരു കേസിൽ തട്ടിപ്പൊന്നുമില്ല, അഴിമതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി കേസ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു റിവ്യൂ ഹർജി വന്നു. റിവ്യൂ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഡോക്യുമെന്റ് പബ്ലിക്കായിട്ട് വന്നു. ആ ഡോക്യുമെന്റിനെ കുറിച്ച് അന്നത്തെ സർക്കാരിന് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞു, ഇത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ആണ്, ഇതൊന്നും പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് വരുന്നതല്ല, ഇതാരോ മോഷ്ടിച്ചതാണ്. അപ്പൊ തന്നെ അന്ന് തന്നെ ഓപ്പൺ കോർട്ട് ജഡ്ജിമാർ പറഞ്ഞതാണ്, മോഷ്ടിച്ചാലും ഞങ്ങൾ പരിഗണിക്കുന്നത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ അന്ന് KK വേണുഗോപാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ കേസിന്ന് പരിഗണിച്ചപ്പോൾ അത് പരിഗണിക്കാൻ പറഞ്ഞു. അതുകൊണ്ടെന്താ കുഴപ്പം? അതിന് മോഡിക്ക് തിരിച്ചടി. പിന്നെ ഈ ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞെന്താണ് മോഡിക്ക് തിരിച്ചടി? അതിൽ ഒരു കാര്യം പറഞ്ഞത് ഇമ്രാൻഖാൻ മോഡിയെക്കുറിച്ച് നല്ലതെന്ന് പറഞ്ഞതാണ്. കുമ്മനം രാജശേഖരൻ പിണറായി വിജയന്റെ ഭരണം നല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തൊരു ലോജിക്ക്, ഒരു ലോജിക്ക് ശ്രീകുമാർ, അതിന് ലോജിക്കുണ്ട്. അതായത് ഈ നാട്ടിലെ പ്രതിപക്ഷങ്ങളൊക്കെയും അധികാരത്തിലെത്തുന്നത് പാകിസ്ഥാനാണ് സന്തോഷമുണ്ടാക്കുക എന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന നിങ്ങളെയാണ് ഇമ്രാൻഖാൻ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് എന്നത് അർത്ഥം ശത്രുവിന്റെ സ്വഭാവം ആരോടാണെന്നുള്ള ചർച്ചയെ വഴിതിരിക്കാൻ ഇതുകൊണ്ട് നോക്കേണ്ട. അത് നമുക്ക് രണ്ടാമത്തെ ശ്രീകുമാർ, എന്റെ ചോദ്യം ഇതാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് ബോധ്യമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്രീകുമാർ പറയുന്നത് ഒരു കാര്യവുമില്ല എന്ന രീതിയിൽ നിസ്സാരവൽക്കരിച്ച് അവതരിപ്പിക്കുന്നത്. 2018 ഡിസംബർ 14 കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിയിരുന്നു സുപ്രീം കോടതി. അന്ന് നിങ്ങൾ സന്തോഷിച്ചു. ഇന്ന് പുനഃപരിശോധിക്കുന്നു, ആ വിധി അടക്കം പുനഃപരിശോധിക്കുന്നു എന്നതിലേക്ക് കാര്യമെത്തുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിയല്ലേ അത്? അല്ല, ഞാൻ തിരിച്ചടി കോടതിയിൽ ഒരു കേസ് പുനഃപരിശോധിക്കുന്നു ഇങ്ങനെ തിരിച്ചടിയാകും. കോടതിയുടെ വിധി വന്നല്ല തിരിച്ചടിയാവുള്ളൂ. തള്ളി സുപ്രീം കോടതി. ഇപ്പോൾ ആ കേസിന്റെ മേലിട്ട് എന്താ സുപ്രീം കോടതി തള്ളി ഒരു കേസ്. അതിന്റെ മേലിൽ പുനഃപരിശോധനയ്ക്ക് വേണ്ടി സാഹചര്യം ഒരുക്കിയത് തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അതിനകത്ത് എറർ മാറ്റാൻ വേണ്ടി കോടതിയെ സമീപിച്ചത് കേന്ദ്ര ഗവൺമെന്റാ. PSCക്ക് മുന്നിൽ വെക്കാതെ അത് വെച്ചു എന്ന് പറഞ്ഞതടക്കമുള്ള ബോധപൂർവമായ അതിവിടെ പരിശോധിക്കപ്പെട്ടോ എന്നുള്ളത് നമുക്ക് എന്റെ ചോദ്യത്തെ അഡ്രസ് ചെയ്യുക. ഡിസംബർ 14 നിങ്ങൾ പറഞ്ഞു വലിയ രീതിയിൽ ക്ലീൻ ചിറ്റാണ് കോടതിയിൽ നിന്ന് ലഭിച്ചതെന്ന് പറഞ്ഞ നിങ്ങൾ ഇതിന് എന്തുകൊണ്ട് തിരിച്ചടിയാണെന്ന് കാണുന്നില്ല? ആ പ്രഖ്യാപനം അടക്കം പുനഃപരിശോധിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ. കോടതിയുടെ വിധി ഇതിൽ ഒരു അഴിമതി നടന്നിട്ടില്ല,
ഒരു നിയോജിതമായ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ക്ലീൻ ആയിട്ട് സുതാര്യമായിട്ടാ ചെയ്തതെന്ന് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് വിധിച്ചാൽ അത് അനുകൂലമല്ലെന്ന് പറയാൻ പറ്റുമോ? BJP-യെയും പ്രതികൂലമാകാതെ ആ വിധി പുനഃപരിശോധിച്ചിട്ട് വിധി വന്നില്ലല്ലോ. കോടതി പരിശോധിക്കണമെങ്കിൽ അതിനകത്ത് കഴമ്പില്ലാതെ പുനഃപരിശോധിക്കുന്നതിലേക്ക് പോകുമോ? നിങ്ങൾ മോഷ്ടിച്ചു എന്ന് പറയുന്ന രേഖകൾ ദ ഹിന്ദു പുറത്തുവിട്ട മലയാളിയായ ഉദ്യോഗസ്ഥന്റെ സൈനിക ഉദ്യോഗസ്ഥന്റെ വിയോജനക്കുറിപ്പ് അടക്കമുള്ളവ ഹിന്ദു പുറത്തുവിട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു അതൊക്കെ പച്ചക്കള്ളമാണെന്ന്. ഒടുവിൽ KK വേണുഗോപാലിന് അവിടെ പറയേണ്ടി വന്നത് മോഷ്ടിക്കപ്പെട്ട രേഖയാണെന്ന്. രേഖയുടെ ആധികാരികതയോ അത് സത്യമല്ല എന്നുമല്ല പറഞ്ഞത്, അത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന്. ഒരു വസ്തുത മോഷ്ടിക്കപ്പെട്ടിട്ടായാലും കോടതിയുടെ മുമ്പിൽ വന്നാൽ പരിശോധിക്കണ്ടേ എന്ന ചോദ്യമാണ് ഇന്ന് കോടതി. തുടർന്നാണ് പുനഃപരിശോധന. പ്രതിപക്ഷമടക്കം ഹർജിക്കാരടക്കം ഉന്നയിക്കുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട് എന്ന കഴമ്പുള്ളതിന്റെ ആദ്യ ചൂണ്ടുപലകയായി ഇതിനെ ആരെങ്കിലും കണ്ടാൽ തെറ്റു പറയാനാകുമോ ശ്രീകുമാർ? അതാണ് എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ആ ഡോക്യുമെന്റ് അല്ലെന്ന് കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടില്ല. അത് മോഷ്ടിക്കപ്പെട്ട ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ഡോക്യുമെന്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് പേടിക്കാൻ? ആ ഡോക്യുമെന്റ് കോടതി പരിശോധിക്കട്ടെ. പിന്നെ നിങ്ങൾ പ്രതിരോധ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിരോധ സെക്രട്ടറി ഉണ്ടായിരുന്നു, മോഹൻകുമാർ ഉണ്ടായിരുന്നു, G. മോഹൻകുമാർ. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് പങ്കജ് ഹോട്ടലുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സ്പീച്ച് ആയതല്ല, അന്ന് എഴുതിയ കാര്യമാണ്. പിന്നീട് നിങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയവര് അതൊക്കെ നമ്മൾ പല സൈനിക ഉദ്യോഗസ്ഥരെ ചർച്ച വഴി. ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, AICC-യുടെ നിരീക്ഷകനായി കർണാടകയിൽ ഉള്ള അനിൽ ബോസിലേക്കാണ് അടുത്ത എന്റെ വരവ്. അനിൽ ബോസ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ഇപ്പോൾ AICC-യുടെ നിരീക്ഷകനായി കർണാടകയിലുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് താങ്കൾ ചേരുന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. എങ്ങനെയാണ് കർണാടകയിൽ ഈ കോടതിയുടെ ഇന്നത്തെ വിധി സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇതൊരു പ്രശ്നവുമല്ല എന്നാണ് BJP-യുടെ വാദം. അല്ല, ഞാന് പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ ശ്രീകുമാർ പറയുന്നത് വളരെ രസകരമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇതൊരു ലോക്കൽ പോലീസ് കേസിന്റെ നിലവാരത്തിൽ പോലും ഉള്ളൊരു കാര്യമായി അദ്ദേഹം ഇതിനെ കാണുന്നില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി റാഫേലിൽ അഴിമതിയില്ല എന്ന് വിധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനല്ല. അങ്ങനെ അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് അതിനെ അങ്ങനെ കാണാൻ പുള്ളി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. സുപ്രീം കോടതി പറഞ്ഞത്, സുപ്രീം കോടതി മുമ്പാകെ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. കൃത്യമായി, അതായത് കോടതി മുമ്പാകെ വന്നത് പാർലമെന്റിൽ ഉള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ അടക്കം നൽകി കൃത്യമായ ക്ലീൻ ചിറ്റ് മേടിച്ചുകൊണ്ടാണ് റാഫേൽ ഇടപാട് നടന്നത് എന്ന് കോടതിയെ അനുബന്ധ രേഖകൾ സഹിതം സമർപ്പിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ അതിലെ ഉള്ളുകള്ളികളിലേക്ക് കടന്നു പോകേണ്ട കാര്യം കോടതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചിറ്റ് നൽകി എന്ന് വ്യാഖ്യാനിക്കുന്നത് എന്താ? പിന്നെ എറർ തിരുത്താൻ പോയി എന്ന് പറയും. എന്ത് എററാ തിരുത്താൻ പോയത്? നിലവിൽ പരിശോധിക്കാത്ത പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പരിശോധന നടന്നു എന്ന് കള്ള സത്യവാങ്മൂലം നൽകിയത് തിരുത്താനാ പോയത്. അങ്ങനെ തിരുത്താൻ പോയത് കൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിക്ക് ഇതിന്റെ അകത്ത് വ്യക്തമായി കാര്യങ്ങൾ പിടികിട്ടിയത്. മറ്റൊന്ന്, ഇന്നത്തെ ശ്രീ KK വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ അറിയപ്പെടുന്ന അഭിഭാഷകനും അറ്റോർണി ജനറലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാദഗതികളെ കോടതി തള്ളിയിരിക്കുന്നു. അദ്ദേഹം ഈ രേഖകൾ വസ്തുതയില്ലാത്തതാണെന്നും മോഷണ രേഖകളാണ് എന്നും പറഞ്ഞെങ്കിൽ പോലും അതിന്റെ ഔദ്യോഗികതയോ ആധികാരികതയോ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരുടെ നടപടിയെ അഭിനന്ദിക്കുക കൂടി ഇന്ന് കോടതി ചെയ്തിരിക്കുകയാണ്. കാരണം അവരുടെ ഉത്തരവാദിത്തമാണെന്നും അവര് ഇതിന്റെ അകത്ത് കൃത്യമായി അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചുവെന്നും ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തെ ശക്തമാക്കുന്നതിൽ നിർണായകമായ പങ്കാണുള്ളതെന്നും ഇന്ന് വളരെ കൃത്യമായി ജസ്റ്റിസ് KM ജോസഫിന്റെ തന്നെയുള്ള അനുബന്ധ വിധിയിലെ പ്രധാന ഭാഗങ്ങളെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നരേന്ദ്രമോദി ഇന്നലെ വരെ പാർലമെന്റിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ഒളിച്ചോടിയെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിലാവട്ടെ അല്ലാതെ ആവട്ടെ ഇന്നലെ വരെ സുപ്രീം കോടതിയെ പോലും വരുതിയിൽ നിർത്താൻ ശ്രമിച്ചിരുന്ന അമിത്ഷായ്ക്കും മോഡിക്കും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും മുന്നോട്ട് വെച്ച കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം ശരിവെക്കുന്ന നടപടിയാണ് ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇത് കർണാടകയിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഇന്ന് പ്രതിഫലിച്ചോ?
അനിൽ അല്ല, ബോസ്. കർണാടകയിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്നിവിടെ സഞ്ചരിച്ച എല്ലാ ഭാഗത്തും ആളുകൾ വളരെ ഗൗരവപൂർവ്വമാണ്. ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ, ഇന്നലെ വരെ അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന് വിചാരിച്ചവർ പോലും സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കേരളത്തിൽ തോന്നുന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് 50 ആണ്ടുകളിലേറെ MLA ആയിരുന്ന KM മാണിയുടെ വിയോഗം വലിയ വാർത്തയായപ്പോൾ ഒരുപക്ഷെ അത്രയും പ്രാധാന്യം ഈ വിഷയത്തിന് മലയാള മാധ്യമങ്ങളിൽ കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എല്ലാ ദേശീയ മാധ്യമങ്ങളും സകല മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന, അതായത് ഇനി 20 ദിവസം കൂടെ സുപ്രീം കോടതി ഉള്ളൂ, ഈ പ്രവർത്തനമുള്ളൂ. ആ 20 ദിവസത്തിനകം ഈ കോടതി ഈ കേസിനെ സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമോ ഇല്ലയോ, അപ്പോൾ ഇതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷന് ശേഷം ആകുമോ, അന്ന് ആരുടെ ഗവൺമെന്റ് ആയിരിക്കുമെന്ന് നിരവധി ആശങ്കകൾ നിൽക്കുകയാണ്. അപ്പൊ മോഡിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് വന്നാൽ ഈ റാഫേൽ കൊള്ള ഏത് രീതിയിലും അട്ടിമറിക്കാനുള്ള ശ്രമം അവർ നടത്തുമെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിപക്ഷത്തെ ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ, അതായത് കൂട്ടായ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയെ കള്ളരേഖകൾ സമർപ്പിച്ചതിന്റെ പേരിലും റാഫേൽ കൊള്ളയുടെ പേരിലും സുപ്രീം കോടതി കയറി ഇറങ്ങുന്നതായിരിക്കും ഇന്നിപ്പോൾ വലിയ തിളക്കത്തോടുകൂടി ചൂണ്ടിക്കാണിക്കുന്ന ഹിന്ദു പരിവാർ ശക്തികൾ ചൂണ്ടിക്കാണിക്കുന്ന മോഡിയും അമിത്ഷായും കോടതി വരാന്തകളിൽ കയറി ഇറങ്ങുന്നത് ഇന്ത്യൻ സമൂഹത്തിന് കാണേണ്ടി വരുമെന്നാണ് ഇന്നത്തെ കോടതിയുടെ നടപടികൾ സൂചിപ്പിക്കുന്നത്, നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് ബലദേവ്, RSP ലെനിനിസ്റ്റ് നേതാവ് ശ്രീ ബലദേവ്, അതായത് രാജ്യം ഏതാണ്ട് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ്, ഇനി മണിക്കൂറുകൾ മാത്രമേ അക്ഷരാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് അവശേഷിക്കുന്നുള്ളൂ ആദ്യഘട്ട പോളിംഗ് തുടങ്ങാൻ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി കോടതിയുടെ ഭാഗത്തു നിന്ന്. പി ശ്രീകുമാറിന് രാഷ്ട്രീയ പരിമിതി ഉണ്ടാകാം, അതേ സംബന്ധിച്ച് അത് തിരിച്ചടിയാണെന്ന് അംഗീകരിക്കുന്നത്. പക്ഷെ വസ്തുതകൾ എങ്ങനെയാണ്? പുനഃപരിശോധനാ ഹർജികൾ സ്വീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയല്ലേ അത് സ്വീകരിക്കുക വഴി കോടതിയിൽ നിന്നുണ്ടായത്? അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് മുമ്പോട്ട് വെച്ചതുപോലെ വസ്തുതകളും പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്ന ഒട്ടേറെ മാനങ്ങൾ അതിലില്ലേ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും താഴത്തെ കോടതിയാണ് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി. ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ നമ്മൾ ഡോക്യുമെൻസുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ ഈ ഡോക്യുമെൻസിൻ്റെ സോഴ്സ് കോടതി തിരക്കാറില്ല. അതിൻ്റെ ആതൻറ്റിസിറ്റി, റിലയബിലിറ്റി, ഈ 2 കാര്യങ്ങളാണ് കോടതി നോക്കുന്നത്. ഇവിടെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ഡോക്യുമെൻസ് മോഷ്ടിച്ച് കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. കോടതി അത് മുഖവിലയ്ക്ക് പോലും എടുക്കില്ല. കാര്യം കോടതി നോക്കുന്നത് ഈ ഡോക്യുമെൻ്റ് ജെനുവിൻ ആണോ. ജെനുവിൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ഹാജരാക്കിയ ആളിനെതിരെ നടപടി കോടതിക്ക് എടുക്കാം. ഇവിടെ കോടതി ആ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുകയും ആ ഡോക്യുമെൻറ്റ്സ് ജെനുവിൻ ആണെന്ന് കോടതിക്ക് പരിപൂർണമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കോടതിയെ, സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളസത്യവാങ്മൂലം കൊടുത്തു. ഈ കാര്യങ്ങൾ JPC അന്വേഷിക്കണമെന്നും PAC അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളസത്യവാങ്മൂലം കൊടുത്തത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇതിനകത്ത് അന്വേഷിച്ച് വെരിഫൈ ചെയ്താണ് ഇത് ഹാജരാക്കിയിരിക്കുന്നു പറഞ്ഞിട്ട് കള്ളസത്യവാങ്മൂലം കൊടുത്തു. കോടതിയിൽ കള്ളസത്യവാങ്മൂലം ഹാജരാക്കാമെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റ തെറ്റായ കാര്യമാണ്. അത് ഇന്ത്യക്ക് കേന്ദ്ര ഗവൺമെൻറ് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അഡ്വക്കേറ്റ് തന്നെയാണ് ഈ കള്ളസത്യവാങ്മൂലം ഹാജരാക്കിയിട്ടുള്ളത്. ആർക്ക് വേണ്ടി ഒപ്പിട്ട് ഹാജരാക്കിയാൽ പോലും ആ കള്ളസത്യവാങ്മൂലം ഹാജരാക്കുന്നതും അതിൻ്റെ പിന്നിലുള്ളതും ഏറ്റവും വലിയ കുറ്റകരമാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം രാജ്യസുരക്ഷയിൽ അഴിമതിയാകാമോ എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമന്ത്രിയുമെല്ലാം പറഞ്ഞത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്, അത് കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം രാജ്യസുരക്ഷയിൽ ഉണ്ടാകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയ്ക്കകത്ത് ഞങ്ങൾക്ക് അഴിമതി കാണിക്കാം, ഒരു കോടതിയും ചോദിക്കാൻ പാടില്ല എന്നാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനകത്ത് രാജ്യസുരക്ഷയും അതുപോലെയുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, രേഖകൾ കൊടുക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാത്രം മറപിടിച്ചുകൊണ്ട് രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് എത്ര കോടി രൂപയുടെ അഴിമതി വേണമെങ്കിലും കാണിക്കാം, ഞങ്ങൾക്ക് ഭരണം കയ്യിലിരിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും, ഇത് മാത്രമല്ല കോടതികൾ മാത്രമല്ല മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ചില നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നത് പോലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ഈ റാഫേൽ ഇടപാടിൽ അഴിമതി നടന്നുവെന്നും അതുപോലെ തന്നെ UPA ഗവൺമെൻറ് കൊടുത്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് 8 ആർട്ടിക്കിൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അഴിമതി കാണിക്കാൻ വേണ്ടി പുതിയതായിട്ട് ചില ആർട്ടിക്കിൾസ് കൊണ്ടുവരികയും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് കമ്പനിയിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ്
ആ 8 ആർട്ടിക്കിൾ ഡിലീറ്റ് ചെയ്ത് ആ കറപ്ഷൻ കാണിക്കുന്നവർക്കെതിരെ അന്വേഷണം പോലും പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ സോവറിൻ ഗ്യാരണ്ടി വേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട എസ്ക്രോ അക്കൗണ്ട് ഇതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് എന്ത് അഴിമതി കാണിക്കത്തക്ക രീതിയിൽ ഇതിനകത്ത് കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി വർഷങ്ങളോളം നരേന്ദ്രമോദി അമിത്ഷായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും കോടതി വരാതിൽ കിടന്ന് നിരങ്ങേണ്ടി വരും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇത് നഗ്നമായ ഒരു അഴിമതിയാണ്, യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ചർച്ച തുടരുമ്പോൾ അതായത് എതിർപ്പുകൾ, ദ ഹിന്ദു അടക്കം പുറത്തു കൊണ്ടുവന്ന വസ്തുതകൾ, അഴിമതി വ്യവസ്ഥ ഇല്ലാതാക്കിയ നടപടിക്രമങ്ങൾ, എസ്ക്രോ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ വീഴ്ചകൾ അതില്ലാതാക്കിയത്, ഇതടക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന രീതിയിൽ പൊതുമേഖലാ സ്ഥാപനത്തെ ഒഴിവാക്കി കേവലം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള റിലയൻസ് കമ്പനിയെ ഏൽപ്പിച്ചതടക്കം ഉള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രി അറിയുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രമുഖ മുതലാളി അല്ലെങ്കിൽ റിലയൻസിന്റെ അനിൽ അംബാനി ഈ ഫ്രഞ്ച് അധികൃതരുമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ഈ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് ശേഷം പുറത്തെത്തിയ വസ്തുതകളുടെ വിവരങ്ങളായിരുന്നു. പുനഃപരിശോധിക്കുമെന്ന് പറയുമ്പോൾ ഇതടക്കം രംഗത്തേക്ക് വരികയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുകയല്ലേ? ഒരു വലിയ ഉമ്മാക്കി മുമ്പോട്ട് വെക്കുകയാണ്. ഇത് പ്രതിരോധ രഹസ്യമാണ്, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. അതിനെ അഴിമതിക്ക് തടയിടാനുള്ള മാർഗമാക്കാനുള്ള വലിയ സംരംഭത്തെയാണ് ഇന്ന് കോടതി തകർത്തത്. അങ്ങനെ കാണാമോ ഇതിനെ? അതോ BJP പറഞ്ഞതുപോലെ ഒരു കാര്യവുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് വിധിച്ചു എന്ന് പറയുന്നത് പോലെയാണ് പി ശ്രീകുമാർ അതിനെ അവതരിപ്പിച്ചത്? അത് തീർച്ചയായും ശരിയല്ല. കാരണം എന്നെ നിങ്ങൾ ക്ഷണിച്ചത് നിയമപരമായ കാര്യങ്ങൾ പറയാനായിരിക്കും എന്ന പ്രതീക്ഷയാണ് ഞാൻ രാഷ്ട്രീയം പറയാതിരിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഞാൻ പറയാതിരിക്കുന്നത് കാരണം എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നിയമമായിരിക്കുന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായും. കാരണം ശ്രീകുമാർജി പറഞ്ഞതിൽ ചെറിയ പെശകൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീകുമാർജി പറഞ്ഞതുപോലെ ഇവിടെ കുഴപ്പമില്ല, നിങ്ങൾ രേഖകൾ നോയിക്കോളൂ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ആണ് സുപ്രീം കോടതി നടന്നതെങ്കിൽ ഇത്ര കോലാഹലം ഉണ്ടാവുകയോ ഇത്രയും 10, 30, 40 പേജുള്ള ജഡ്ജ്മെന്റ് വരേണ്ട കാര്യമില്ല. കാരണം ഈ രേഖകൾ ഒരു കാരണവശാലും പരിശോധിക്കാൻ പാടില്ല, ആധികാരികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ വാദം നടത്തി ഇത് ഒരു കാരണവശാലും റിവ്യൂ പെറ്റീഷൻ അനുവദിക്കാൻ പാടില്ല, അത് പുനഃപരിശോധിക്കാൻ പാടില്ല എന്ന വാദം ശക്തമായി ഉന്നയിച്ച ശേഷം ഈ രേഖകളിലൂടെ മുഴുവൻ കടന്നുപോയി അതിൻ്റെ ആധികാരികത മനസ്സിലാക്കി ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചില ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ്, ചില വ്യക്തികളുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ പെറ്റീഷൻ തള്ളുന്നു എന്നാണ്. ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള രേഖകൾ ഇല്ലാത്തതുകൊണ്ടാണ് കോടതി ഇതിലേക്ക് പോകാണ്ടിരുന്നത്. കാരണം ഇവിടെ ഇറാഷണാലിറ്റി എന്നാണ് ഒന്ന് പറയാത്. കാരണം ഇതിന് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാണ് കോടതി ഇതിൽ വീണ്ടും പരിശോധിക്കണമോ വേണ്ടോ എന്ന് നോക്കുന്നത്. കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് വിശദമായി വാദം കേട്ടതിന് ശേഷം ഈ പറഞ്ഞ 3 ഡോക്യുമെന്റിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കോടതി തങ്ങളുടെ വിധി പുനഃപരിശോധിക്കുന്നത്. കാരണം സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജികൾ പരിശോധിക്കുന്നത്, പുനഃപരിശോധിക്കാൻ അനുവദിക്കുന്നത്, ഓപ്പൺ കോടതിയിൽ ഹിയർ ചെയ്യുന്നത് അപൂർവമാണ്. കാരണം 100 റിവ്യൂ ഹർജി ഫയൽ ചെയ്താൽ 5 എണ്ണം പോലും കോടതി പരിശോധിക്കാറില്ല. ഇത് പരിശോധിക്കണമോ വേണ്ടയോ എന്ന് തന്നെ വളരെ ദീർഘമായി വാദം നടത്തി ഒരുപാട് ജഡ്ജ്മെന്റുകൾ കോട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീകുമാർജി പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് അതിനെ ആ രീതിക്ക് മാറ്റിയതല്ല. വളരെ വിശദമായ വാദം കേട്ട് ഇത് പരിശോധിക്കാൻ പാടില്ല, ഇതിന് ആധികാരികമല്ല, ഇത് സ്പൈ വർക്കാണ്, അതിൻ്റെ ശിക്ഷ, ഒരുപാട് കാര്യങ്ങൾ, രാജ്യദ്രോഹ കുറ്റം എല്ലാം വിശദമായി ചർച്ച ചെയ്തിട്ട് അതൊന്നും ഇതിൽ വരില്ല എന്നും ഈ രേഖകളുടെ ആധികാരികതയെക്കുറിച്ച് ആരും തന്നെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പരിശോധിക്കാമെന്ന് കോടതി പറഞ്ഞതുകൊണ്ട്, കാരണം സുപ്രീം കോടതി ഒരു കാര്യവുമില്ലാതെ സമയം കളയാറില്ല. ഈ രേഖകൾ ഒന്നുമില്ല, കാരണം രേഖകൾ കോടതിന് മുമ്പാകെ ഉണ്ട്. ഈ രേഖകളിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഹർജി തള്ളുന്നതാണ്. കാരണം ഞങ്ങൾ ഈ രേഖകൾ കൂടി പരിശോധിച്ചു, ഞങ്ങളുടെ മുൻകാല വിധിയിൽ ഒരു റിവ്യൂയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അത് കൺക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം ഈ ഫാക്റ്റ് വളരെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മെറിറ്റ് ഇല്ല
അല്ലാത്തൊരു കാര്യത്തിലേക്ക് ഒരിക്കലും കോടതി, കാരണം ഇവിടെ ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ഒരു കേസ് കേൾക്കണമെങ്കിൽ അത്രത്തോളം പ്രാധാന്യമില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ പരിഗണിക്കില്ല. ഞാൻ ഈ കേസിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കോടതി പരിഗണിക്കേണ്ട വസ്തുതകൾ, ഈ രോഗികൾ ഉണ്ട് എന്ന് കോടതി വ്യക്തമായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നിങ്ങൾ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ആ കാര്യങ്ങളുണ്ട് അതിൽ. കാരണം ഞാനത് പറയാതിരിക്കാനുള്ള കാരണം ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇത് പുറത്തു വന്നാൽ ഇത് ഭരണകക്ഷിക്ക് എതിരാകും. കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാനങ്ങൾ എന്താവുമെന്ന് ഇത് കേൾക്കുന്ന ആൾക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. കാരണം ഞാനത് പറയേണ്ട കാര്യമില്ല, കാരണം എൻ്റെ ഉത്തരവാദിത്വം അതല്ല എന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. പിന്നീട് രാഷ്ട്രീയം ഒരു പ്രധാനമായി ചർച്ച ചെയ്യരുതെന്നേ ഉള്ള ഒരു നിയമപരിജ്ഞാനമുള്ള ആൾ എന്ന നിലയിൽ ചർച്ചയിൽ പങ്കാളിത്തമുള്ളത് കൊണ്ട്. പക്ഷേ രാഷ്ട്രീയം താങ്കൾക്ക് നിഷിദ്ധമല്ല, പറയുക തന്നെ ചെയ്യാം. കാരണം നിയമപരിജ്ഞാനത്തിന്റെയും നിയമപരമായ വശങ്ങളുടെയും പശ്ചാത്തലത്തിലാകണമെന്ന് മാത്രം. അതോടൊപ്പം എൻ്റെ ഒരു സംശയം ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ്, ഈ PSC പരിശോധിച്ചു, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പാകെ എത്തിയതാണ് എന്നതടക്കം സർക്കാർ മുമ്പോട്ട് വെച്ച വാദമുണ്ടല്ലോ. പിന്നീട് ഇത്തരം തെളിവുകൾ പുറത്തെത്തി ഇത് പിടിക്കപ്പെടുമെന്നറിയുമ്പോൾ ഹാസ് ആണ് ഉദ്ദേശിച്ചത്, ഹാഡ് ടു എന്ന് അടിച്ചു പോയതാണ് എന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് പിന്നെ എററിന് തിരുത്തു നൽകിയ ഒരു സംഭവ വികാസം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കപ്പെടാവുന്നതാണോ? അത് ഈ കോടതിയുടെ ഇന്നത്തെ പരിശോധനകളിൽ എത്തില്ലേ? തുടർന്നുള്ള പരിശോധനകളിൽ എത്തുമോ? തീർച്ചയായും റിവ്യൂ ഹർജി കേൾക്കുന്ന പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തന്നെ കോടതി വിശദമായി പരിശോധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. നമ്മൾ ഈ കേസിൽ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യം, ഇത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് പബ്ലിക്കിൻ്റെ ഇതിലേക്ക് പോയിക്കൊണ്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് കേൾക്കേണ്ട കാര്യമില്ല. ഇത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൈ വർക്ക് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യവും കൊടുക്കരുത്. ഇത് നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് സോഴ്സ് പലപ്പോഴും അന്വേഷിക്കാറില്ല. അതിൻ്റെ ആധികാരികത, ഈ രേഖ ആധികാരികമാണോ? കാരണം ഈ രേഖ ആധികാരികമല്ല, കെട്ടിച്ചമച്ചതല്ല, ഫോർജ്ഡ് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി വ്യക്തമായി പറയുന്നുണ്ട്. ഈ രേഖകളുടെ ആധികാരികതയെക്കുറിച്ച് ആരും തന്നെ ഒരു ചോദ്യവും ഉന്നതിക്കാത്ത സ്ഥിതിക്ക് ഈ രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കണം അടുത്തതിലേക്ക് വരേണ്ടത്. ഇതിന് രാഷ്ട്രീയം വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇത് വന്നാൽ ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പറയുന്നത് അഴിമതി മുക്തമായ ഒരു ഗവൺമെൻറ്റാണ്. ഒരു തരത്തിൽ അഴിമതിയും ഉണ്ടായിട്ടായിരുന്നില്ല. കാരണം അനിൽ അംബാനിക്ക് ഇത് കൊടുത്തതിൽ വേറെ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ഒരു ഗവൺമെൻറ് ഏജൻസിയെ മാറ്റിയതിൽ ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം തന്നെ പറഞ്ഞത് തീർത്തും ശരിയല്ല എന്ന് ബോധ്യപ്പെടുക തന്നെയാണ് ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. അത് കൂടുതൽ വിശദമായി പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും കൂടി പരിശോധിച്ചിട്ട് വേണം ഈ വിധി തീരുമാനിക്കേണ്ടതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തീർച്ചയായും ഇതിൽ വരുന്നത്. തീർച്ചയായും തന്നെ ഇതിൽ വിധി ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് നമ്മളുടെ ഭരണകക്ഷിക്ക് എതിരായിട്ടുള്ള ഒരു മെസ്സേജാണ് പോകുന്നത്. അത് സാധാരണക്കാർക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഞാൻ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒന്നുകൂടി ഞാൻ ഉറക്കെ പറയുന്നു. കാരണം KM ജോസഫിൻ്റെ വിധി വളരെ വ്യക്തമാണ്. നിങ്ങൾ അഴിമതി എന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും രാജ്യസുരക്ഷയുടെ ഒരു മറ വെച്ചുകൊണ്ട് അഴിമതി പരിശോധിക്കുന്ന ഒരു അവസ്ഥ, പരിശോധിക്കാതിരിക്കാവുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. കാരണം അഴിമതി കൂടി നിൽക്കാൻ പറ്റില്ല. രാജ്യസുരക്ഷയാണ്. പക്ഷേ ഈ ഡോക്യുമെൻ്റ് പബ്ലിക് ഡൊമീനിൽ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഡോക്യുമെൻ്റ് ആകുമ്പോൾ അതുകൂടി പരിശോധിക്കാതെ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? അത് പരിശോധിച്ച് അഴിമതി നടന്നോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. ഞാൻ അഴിമതി നടന്നു എന്നോ ഇല്ല എന്നോ ഞാൻ പറയുന്നില്ല. കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇപ്പോൾ കോടതി മുമ്പിൽ ഇരിക്കുന്ന ഒരു പെറ്റീഷനിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പലപ്പോഴും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മെറിറ്റിലേക്ക് പോകാൻ ശരിയല്ല. പക്ഷേ ഈ രേഖകൾ കൂടി പരിശോധിച്ചിട്ട് ഒരു വ്യക്തത വരട്ടെ. ഒരു അഴിമതി നടന്നിട്ടില്ല, എല്ലാം സുതാര്യമായിരുന്നു എന്നൊരു വ്യക്തത വരട്ടെ. ജനങ്ങൾ അറിയട്ടെ. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. അഴിമതി നടന്നിട്ടില്ല. ഇത്രയും കാലം പ്രശാന്ത് ഭൂഷണും അരുൺ ഷൂരിയും അതുപോലെ സഞ്ജയ് സിംഗും മനോഹർ ലാൽ ശർമ്മയും അതുപോലെ ഒരുപാട് ആളുകൾ ഇവരെല്ലാം പറഞ്ഞത് തെറ്റാണ് എന്ന് കോടതി വ്യക്തമാക്കട്ടെ. അപ്പോൾ തീർച്ചയായും തന്നെ ഗവൺമെന്റിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടും. ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെന്റിന് ക്ലീൻ ചിറ്റ് ഇല്ല എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും. ഇത് പരിശോധിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഈ പരിശോധനയ്ക്ക് ശേഷം എന്നാണ് വിധി വരുന്നത് അറിയില്ല. തീർച്ചയായും തന്നെ ഈ അവസ്ഥയിൽ ഗവൺമെന്റിന് ഈ വിധിക്ക് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും വ്യക്തമായി
വ്യക്തമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ ഇല്ലേ എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്ത് തന്നെയാണെങ്കിലും ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ഇത് ആര് കേട്ടാലും വളരെ സംശയം തോന്നുന്ന കുറേ സംശയങ്ങൾ വരുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ തിരുത്തലിന്റെ കാര്യവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെ കൂടി പരിശോധിക്കേണ്ടതുണ്ട്, എന്തൊക്കെ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നമ്മളെല്ലാവരും കരുതിയ അതാണ് തീർച്ചയായും. ശ്രീ പി ശ്രീകുമാർ വളരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വളരെ നിഷ്പക്ഷമായി രാഷ്ട്രീയത്തിന്റെ ഒരു ലാഞ്ചനയുമില്ലാതെ ഇന്ന് നടന്ന വസ്തുതകളെ നിയമപരിജ്ഞാനത്തിൽ മാത്രം വിവക്ഷിക്കുകയായിരുന്നു ശ്രീ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്. ആ വസ്തുത കൂടി എടുത്തു വേണം നമുക്ക് ചർച്ച ചെയ്യാൻ. താങ്കൾക്ക് രാഷ്ട്രീയ പരിമിതികൾ ഉണ്ടാകാം, പക്ഷേ ഇവിടെ പരിശോധിക്കപ്പെടേണ്ട ഒട്ടേറെ കാര്യമുണ്ട്. എവിഡൻസ് ആക്ട് 123 പ്രകാരം ഇതൊന്നും ചർച്ച ചെയ്യാൻ ആകില്ല എന്ന അർത്ഥത്തിൽ മറവച്ച എല്ലാ കാര്യവുമാണ് പൊളിയുന്നത്. 126 നിന്ന് 36 വിമാനമായി ചുരുങ്ങിയതും അതിന്റെ ഇരട്ടിയിലധികം തുക ഓരോ വിമാനത്തിനും കൂടിയതും അടക്കമുള്ള തുകകളുടെ സംശയം, എററിന് പിന്നീട് ആപ്ലിക്കേഷൻ നൽകിയത്, ഇങ്ങനെ ചീഞ്ഞു നാറുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങൾ ശരിയാണ് എന്ന് നിഷ്പക്ഷമായ ഒരു ഏജൻസിക്ക്, അല്ലെങ്കിൽ ഏജൻസി അല്ല, നമ്മുടെ ഒരു സംവിധാനത്തിന് തോന്നുകയാണ്. ആ തോന്നലാണ് ഇന്ന് പുനഃപരിശോധനാ ഹർജികൾ സ്വീകരിക്കുന്നു എന്നത്, വാദത്തിനായി എടുക്കുന്നു എന്നത് വഴി നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് BJP വെള്ളം കുടിക്കില്ല എന്നതിന് വ്യക്തമായ കാരണങ്ങൾ കൂടി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിരത്താം. അല്ല, ഒരു സുപ്രീം കോടതി ഒരു കേസിന്റെ പുനഃപരിശോധനാ ഹർജി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കേസിന്റെ ഇപ്പൊ സർക്കാരിനെതിരെയാണെങ്കിൽ ആ സർക്കാരിന്റെ എതിരെയുള്ള വിധി എന്ന് കണക്കാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ശബരിമലയുടെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു നടപടിയായിരുന്നു. പുനഃപരിശോധന ഹർജി കേൾക്കുക എന്ന് പറഞ്ഞാൽ അപ്പോളെ വിധി പറയാന്നല്ല. അഡ്വക്കേറ്റ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞാൽ ഒരു എറർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹവും നിങ്ങളെല്ലാവരും പറയുന്ന ഒരു എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോടതിയിൽ കള്ളസത്യവാങ്മൂലം നൽകിയപ്പോൾ ഹാസ് ഹാവ എന്ന്. എന്റെ സുഹൃത്തുക്കളെ, കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കറക്റ്റ് ചെയ്യാനല്ല KK വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ല സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കകത്ത് ഹാസ് ഹാവായത് കറക്റ്റ് ചെയ്യാനാ. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കള്ള സത്യവാങ്മൂലം നൽകിയെന്ന് കോടതിയിൽ ഒരിക്കൽ പോലും സർക്കാർ പറഞ്ഞിട്ടില്ല. തിരിച്ച് കോടതി വിധി വന്നപ്പോഴത്തേനും ഹാസ് ഹാവായ തിരുത്താനാ. അത് അങ്ങോട്ട് കൊടുത്തതല്ല, ഇങ്ങോട്ട് വന്ന വിധിയിലെ കറക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും നിങ്ങൾ ഇവിടെ പറയുന്നത്. ദീപക് പ്രകാശ്, അതൊന്ന് തീർത്തു പോകൂ. ഈ വാദം ശരിയാണോ? ഒന്ന് തീർത്തു പോകൂ. വക്കീല് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ആ വിഷയം ഈ വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതിലേക്ക് ഈ വിധിയിൽ ഈ കേസിന്റെ അല്ല, ഈ എറർ ആപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. വളരെ വ്യക്തമായി അതെ, ആ ഒരു വിഷയം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ്. മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 മാസം 2 മാസം മുമ്പ് ഇത് വളരെ വിശദമായിട്ട്, എനിക്ക് കയറിലാണെന്ന് അറിയില്ല, വേറെ ഏതോ ചർച്ച ചെയ്ത വിഷയമാണ്. അതിൽ ഒരു തോന്നൽ മാത്രമായിരുന്നില്ല. കാരണം യഥാർത്ഥ രേഖകളിലും ചില ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹർജി കൊടുത്തിരുന്നു. ആ കറക്റ്റ് ചെയ്ത ഹർജി അനുവദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ അത് രണ്ടും ഇതിന് കൂടെ ഒരുമിച്ച് വരുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ കൊടുത്ത ഡോക്യുമെന്റ്സ് വീണ്ടും ചർച്ചയെ പഴയ ഗതിയിലേക്ക് കൊണ്ടുപോകും. അത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഞങ്ങൾക്ക് എഴുതിയത് തെറ്റി, അത് തിരുത്തണമെന്നാണ്. തീർച്ചയായും അങ്ങനെയാണ്. വിധിനായല്ല. അദ്ദേഹം ഒരു വക്കീലാണ്, അഡ്വക്കേറ്റ് ബലദേവ്. തർക്കിച്ച് ജയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അഡ്വക്കേറ്റ് പറയട്ടെ, ഞാനല്ലേ പറഞ്ഞേ. കോടതി സമീപിച്ചത് നിങ്ങളിപ്പോ നുണ പറഞ്ഞാൽ ഡോക്യുമെന്റ് ശ്രീകുമാർ, അത് നിങ്ങളല്ല ന്യായം പറഞ്ഞു വരുന്നത്. PSCയുടെ അടക്കം പൊതുസമക്ഷത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ കരാറിലേക്ക് പോയതെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അത് അങ്ങനെ നൽകിയ അഫിഡവിറ്റിൽ തെറ്റുണ്ടായി, ഹാഡായി പോയതാണ് എന്ന് പറഞ്ഞ് പിന്നീട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു കാര്യമുണ്ട്, കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി അവിടുത്തെ ഒരു ക്ലാർക്ക് തിരുത്തി കൊടുത്തു. അതാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ സത്യാമൂലം തിരുത്തിയ കാര്യം. ഇതുമായിട്ട് യാതൊരു ബന്ധവും ഈ വിഷയത്തെ
സത്യവാങ്മൂലത്തിൽ എറർ തിരുത്താനല്ല കോടതിയോട് സർക്കാർ ആവശ്യപ്പെട്ടത്, വിധിയിലെ എറർ തിരുത്താനാണ്. അത് അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നിങ്ങൾ എല്ലാം കൂടെ നുണ പറഞ്ഞാൽ ഞാൻ അങ്ങനെ സമ്മതിക്കും? വിധിയിൽ എറർ തിരുത്താനാണോ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രീകുമാർ അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് സമയം കൊടുക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അടക്കം പാർലമെന്റിന്റെ പൊതുജന സമക്ഷത്തിലേക്ക് വിവക്ഷിക്കാവുന്ന തരത്തിലേക്ക് റാഫേൽ രേഖകൾ വെച്ചു എന്ന് കോടതിയോട് സത്യവാങ്മൂലം സർക്കാർ നൽകിയോ ഇല്ലയോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ എറർ തിരുത്തണമെന്ന് ആവശ്യം? എറർ അങ്ങനെ നൽകിയതായിട്ട് സുപ്രീം കോടതി വിധിയിൽ ഒരു എറർ വന്നു, അത് എററാണ്, അത് തിരുത്തണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കായിരുന്നു. ശരി, വിധി ദീപക് പ്രകാശ്, അതാണോ വസ്തുത? താങ്കൾ ഒരുപക്ഷെ ആ കേസ് ഇന്ന് പരിഗണിക്കപ്പെടാത്തത് കൊണ്ട് താങ്കൾക്ക് ഒരുപക്ഷെ പറയാനാകുമോ അത്? എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ ഒരു അഫിഡവിറ്റ് അല്ല അവിടെ കൊടുത്തിട്ടുള്ളത്, അതൊരു സീൽഡ് കവറിലെ നോട്ടായിരുന്നു. ആ സീൽഡ് കവറിലെ നോട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചില പിശകുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്തത്. അതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ഇത് എടുത്തു വായിക്കുമ്പോൾ ഇപ്പോ ഓർമ്മ ശരിയായെന്നും പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ ആ വക്കീൽ സുപ്രീം കോടതിയുള്ള വക്കീലാണ്, ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് ഓർമ്മ ശരിയായ താങ്കൾ ചർച്ചയുടെ സമയവും ദിശയും അതായത് സുപ്രീം കോടതിയിലെ ബഹുമാന അഡ്വക്കേറ്റ് ശരിയാണ് ചർച്ചയിൽ ജസ്റ്റ് ജയിക്കാൻ വേണ്ടി കള്ളം പറയുന്നു. ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ്, ഇദ്ദേഹം നമ്മുടെ പി ശ്രീകുമാർ വളരെ ബോധപൂർവം ചർച്ചയിലെ ഇന്ന് രൂപപ്പെട്ട മെറിറ്റുകളെ അതിജീവിക്കാനാണ് ഈ തർക്കമിടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ കുൽസിതമായ നീക്കത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എറർ തിരുത്തണം എന്ന ആവശ്യം എങ്ങനെയായിരുന്നു കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വന്നത്? താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അനിൽ ബോസ്, ശ്രീ അനിൽ ബോസ് കേൾക്കുന്നുണ്ട്. ഞാൻ ശ്രീകുമാർ പറയുന്ന അദ്ദേഹത്തിന്റെ നിവൃത്തികേടിനോട് അദ്ദേഹത്തിന്റെ നിസ്സഹായതയോട് പരിതപിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി മുമ്പാകെ രേഖകൾ സമർപ്പിച്ചു സീൽഡ് കവറിൽ. ആ വിവരം പുറത്തു വന്നപ്പോൾ അത് വലിയ വിവാദമായി പാർലമെന്റിനകത്തും. വെർഡിക്റ്റിന്റെ ഭാഗമായി പുറത്തെത്തി. അപ്പോഴാണ് അത് തിരുത്തണമെന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ശരിയല്ല. നമ്മൾ അജിംഷാദെ നമ്മൾ തർക്കിച്ച് ഉള്ള സമയം വെറുതെ അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയൂ. തീർച്ചയായും. എന്റെ ചോദ്യം അതവിടെ നിൽക്കട്ടെ. അനിൽ ബോസ്, പി ശ്രീകുമാറിലേക്ക് തന്നെ പോകാം. അനിൽ ബോസ്, ഒരു മിനിറ്റ് പറയൂ അനിൽ ബോസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് എന്ന 18 പേജുള്ള വിധിയാണ് പുറത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ വിധിയെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജസ്റ്റിസ് സഞ്ജയ് കിഷോർ കൗൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ചീഫ് ജസ്റ്റിസിന് പുറമെ ചീഫ് ജസ്റ്റിസിന്റെ 18 പേജുള്ള വിധിക്ക് പുറമെ 38 പേജുള്ള വിധി ന്യായമാണ് ജസ്റ്റിസ് KM ജോസഫ് എഴുതിയത്. ഇതിന്റെ അകത്ത് ഏറ്റവും പ്രസക്തമായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച 3 രേഖകളും ഇന്ന് പൊതുമണ്ഡലത്തിൽ ലഭ്യമാണെന്നും ഈ രേഖകളുടെ ആധികാരിക ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നും വളരെ വ്യക്തമായി വിധി ന്യായത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, രേഖകൾ പ്രസിദ്ധീകരിക്കാൻ ഹിന്ദു ദിനപത്രത്തിന് ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നും അത് ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാമതായി ആ വിധിന്യായത്തിൽ പറയുന്നത്, പെന്റഗൺ പേപ്പറുകളുടെ പ്രസിദ്ധീകരണം തടയണമെന്ന ആവശ്യം അമേരിക്കൻ സുപ്രീം കോടതി ഭൂരിപക്ഷ വിധിയിൽ തള്ളുകയായിരുന്നുവെന്നും ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന രേഖകൾ പ്രസിദ്ധീകരിക്കരുതെന്നോ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കരുതെന്നോ ഇല്ല എന്നുമുള്ള വിധി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഗൊഗോയ് ഈ കാര്യത്തിൽ വളരെ കൃത്യമായ സമഗ്രമാണ് അഡ്വക്കേറ്റ് ബലദേവ്. അതായത് ഇവിടെ ഇന്ന് പരിശോധിക്കപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്യേണ്ടത് പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ട അംഗീകാരങ്ങളാണ്. ആ പുനഃപരിശോധനാ ഹർജികൾ വാദത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ
അതിൽ പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ BJP മറച്ചു വെച്ചാലും ഇല്ലെങ്കിലും, അതായത് ഈ PSC കണ്ടു അംഗീകരിച്ചു എന്ന കാര്യം പുറത്തെത്തുമ്പോൾ അതിനെതിരെ മല്ലികാർജുന ഖാർഗെ മാധ്യമപ്രവർത്തകരെ കണ്ട് പറയുന്ന വേളയിലാണ് ഇതിന് തിരുത്തായി കൊടുക്കേണ്ടി വരുന്നത്. കാരണം അത് വലിയ അബദ്ധമാകും, കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന തരത്തിലേക്ക് വരും. അതിൽ നിന്ന് മതിൽ ചാടാനാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് PSC തിരുത്തു കൊടുത്തത്, കേന്ദ്ര സർക്കാർ തിരുത്തു കൊടുത്തത്. ആ കാര്യങ്ങളെ പോലും വെർഡിക്റ്റിലെ തിരുത്താണ്, വെർഡിക്റ്റിൽ പറ്റിയ തിരുത്ത് കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് തിരുത്താൻ കൊടുക്കുന്നത്? അത്തരം വിചിത്രവാദങ്ങളാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ തിരിച്ചടിയെ രാഷ്ട്രീയമായ തിരിച്ചടി അല്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിനെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിഫലിക്കുന്ന തരത്തിലേക്ക് രൂപപ്പെടാൻ പോകുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ? ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് റിവ്യൂ പെറ്റീഷൻ. സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ചെന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ദീപക് കിരിപ്പുണ്ട്. മിക്ക സാഹചര്യങ്ങളിലും ആ വിധി പറഞ്ഞ അതേ ജഡ്ജിമാരുടെ തന്നെ ആയിരിക്കും ഈ റിവ്യൂ പെറ്റീഷൻ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ വിധിക്കെതിരെ അവരുടെ വിധി പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആധികാരികമായി അതിനനുകൂലമായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകും. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. റിവ്യൂ പെറ്റീഷൻ ചെന്നപ്പോൾ അതേ ജഡ്ജിമാരുടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമായി. നേരത്തെ അഡ്വക്കേറ്റ് ദേവപ്രകാശ് പറഞ്ഞതുപോലെ ഒരു 99% റിവ്യൂ പെറ്റീഷൻ തള്ളിപ്പോകാനുള്ള കാരണം വളരെ വ്യക്തമായിട്ടാണ് സുപ്രീം കോടതി വിധി പറയുന്നത്. വളരെ അപൂർവം സാഹചര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് തെളിവുണ്ട്, പുതിയ തെളിവുകൾ അഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റാണെന്ന് തോന്നുകയും കോടതി അത് മുഖവിലക്കെടുക്കുകയും ചെയ്യും. ആ മുഖവിലക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിവ്യൂ പെറ്റീഷൻ അനുവദിച്ചതും ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു ഉത്തരവുണ്ടായിട്ട്. ഇത് ശരിക്കും ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും അല്ല, ഒരു താൽക്കാലികമായ. അപ്പോൾ തീർച്ചയായിട്ടും കോടതിക്ക് ബോധ്യപ്പെട്ടു ഇന്ത്യൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഡിഫൻസ് സെക്രട്ടറിയുടെ ചർച്ച ഇവിടെ ഉണ്ടായിരുന്നു. ഡിഫൻസ് സെക്രട്ടറി മോഹൻകുമാർ എഴുതിയത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള ഏതൊരു ചർച്ചകളും ഇതിനെ സീരിയസ് ആയിട്ട് ബാധിക്കും, അതുകൊണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നുള്ള ചർച്ചകൾ ഉണ്ടാകാൻ പാടില്ല. ഇത് അദ്ദേഹം എഴുതിയ നോട്ടാണ്. ഹിന്ദു പത്രം അതുപോലെ തന്നെ പ്രസിദ്ധീകരിച്ചാണ്. അപ്പോൾ ആ നോട്ട് വെച്ചുകൊണ്ട് അതുപോലെ തന്നെ അന്നത്തെ ഫൈനാൻസ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഇരിക്കുന്ന CAG. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ. ആ ഫൈനാൻസ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഇരിക്കുന്ന CAG. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അന്ന് ഈ 2014-15 നമ്മുടെ പ്രധാനമന്ത്രി ഫ്രാൻസിൽ ചെന്ന് ഞാനീ പറഞ്ഞതുപോലെ നേരത്തെ UP ഉണ്ടാക്കിയിരുന്ന 8 ആർട്ടിക്കിൾ ഡിലീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതിന് അംഗീകാരം കൊടുത്ത ഫൈനാൻസ് സെക്രട്ടറിയാണ് ഇപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായിട്ടിരുന്ന് സുപ്രീം കോടതിയിൽ നോട്ട് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആധികാരികത എന്തുമാത്രം ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ CAGയും എത്രമാത്രം ശ്രമിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു കാര്യം പകലുപോലെ വ്യക്തമാണ്, ഈ നമ്മൾ മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രമിക്കുന്നത്. മുറം കൊണ്ട് ഒരിക്കലും സൂര്യനെ മറയ്ക്കാൻ പറ്റത്തില്ല. അത് സത്യമായിട്ട് തന്നെ പുറത്തു വരും. അത് യാതൊരു തർക്കവുമില്ല. അഴിമതി നടന്നു എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലായി എന്നുള്ളൊരു തെളിവാണ് ഈ റിവ്യൂ പെറ്റീഷൻ. തീർച്ചയായും. അത് മാത്രമല്ല, വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സന്ദർശന വേളയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിന്റെ വിശാല മാനങ്ങളിലെ ചർച്ച ചെയ്യാവൂ എന്നത് അടക്കം പറഞ്ഞ ഓരോ കാര്യങ്ങൾ. ഈ അനിൽ അംബാനി അവിടെ പോയി നേരത്തെ മുൻകൂട്ടി ഇവരുമായി ചർച്ച നടത്തിയത്, പ്രതിരോധ വകുപ്പ് അറിയാതെ ഇവരെയൊക്കെ കൂട്ടി നരേന്ദ്രമോദി പോയത്, ആ പോയ പാരീസിലെ മീറ്റിന് ശേഷമാണ് ഈ നേരത്തെ UPA സർക്കാരിന്റെ കാലത്ത് രൂപപ്പെട്ട കരാറിനെ അട്ടിമറിക്കുന്നത്. അവിടെയാണ് 126 36 ആവുകയും വില ഇരട്ടിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ 3-4 ഇരട്ടിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ഇതിലുണ്ട്. ആദ്യം പരീഖർ പറഞ്ഞ വിലയിൽ നിന്ന് പിന്നീട് വില മാറുകയാണ്, പല നിലയിലേക്ക് വില. നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ അതിൻ്റെ വില ഓരോ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് മാറുകയാണ്. ഇങ്ങനെ അസ്വാരസ്യങ്ങളുടെയും ചീഞ്ഞുനാറലിൻ്റെയും ഒരു ഘോഷം തന്നെയാണ് ഈ വിഷയത്തിൽ നടന്നത്. അതിന് മറുപടി പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടി, ഇന്ന് താങ്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ മാനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇത് BJPക്കും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. ഒപ്പം ചില തിരിച്ചടികൾ കൂടി നാം ചർച്ചയിൽ പരിശോധിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഉത്തരം കൂടി താങ്കൾ പറയുമെങ്കിൽ, മറുപടി കൂടി താങ്കൾ പറയുമെങ്കിൽ, PM മോദി സിനിമ റിലീസ് ചെയ്യാനുള്ളതിന് തിരിച്ചടി ലഭിക്കുന്നു. നമോ TVക്ക് അനുമതിയില്ലാതിരിക്കുന്നു. ലാത്തൂരിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പറയുന്നു സൈനികരുടെ ബലാക്കോട്ട് ആക്രമണത്തെ വിഷയമായി ഉന്നയിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തുന്നു. ഒപ്പം
എല്ലായിടത്തും നിങ്ങൾ പറയാറുള്ളതും ഘോഷിക്കാറുള്ളതും മോദി എത്തിയാൽ പാകിസ്ഥാൻ അസ്വസ്ഥമാകുമെന്നായിരുന്നു. പക്ഷേ പാകിസ്ഥാനിലെ ഈ ഭീകരവാദ ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ അവരുടെ പ്രധാനമന്ത്രിയായ ഇമ്രാൻ ഖാൻ തന്നെ പറയുന്നു മോദിയാണ് തൻ്റെ സുഹൃത്ത്, മോദി അധികാരത്തിലെത്തുന്നതാണ് തനിക്ക് താല്പര്യമെന്ന്. ഇതൊക്കെ മോദിയുടെ തിരിച്ചടികളായി ഇന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ ശ്രീകുമാർ. അല്ല, അതിന്റെ അവസാനം പറഞ്ഞാണ് എനിക്ക് ഏറ്റവും തമാശ. നിങ്ങൾ തന്നെ പറയുന്നു ഇമ്രാൻഖാൻ പറഞ്ഞത് മോഡിക്ക് തിരിച്ചടിയാണെന്ന്. പിന്നെ എന്തിനാണ് മോഡിക്ക് തിരിച്ചടിയുള്ള കാര്യം? മോഡി എന്തിനാണ് ഇമ്രാനൊക്കെ വേണ്ടി പറയിപ്പിച്ചത്? മോഡിയാണോ പറയിപ്പിച്ചത്? പിന്നെ അപ്പൊ കോൺഗ്രസ്സുകാരാണോ പറയിപ്പിച്ചത്? മോഡിയാണോ പറയിപ്പിച്ചത്? അല്ല, അതേ വെച്ചേ ഇമ്രാൻഖാൻ എങ്ങനെയാണ്, അതായത് മോദി ഇവിടെ എത്തിയാൽ കരയുക പാകിസ്ഥാനായിരിക്കും, ദുഃഖിക്കുക പാകിസ്ഥാനായിരിക്കും എന്ന് നിങ്ങളുടെ അമിത് ഷാ പറഞ്ഞിട്ടില്ലേ? തീവ്രവാദ സംഘടനകൾക്ക് അഴിഞ്ഞാട്ടം നടത്താൻ നൽകുന്ന ഇമ്രാൻഖാനും അവരുടെ സംഘത്തിനും സന്തോഷമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിക്കുന്നത് പരാജയപ്പെടുന്നു. ശ്രീകുമാർ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇമ്രാൻഖാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കോൺഗ്രസ് ആണെന്ന്. അതേയുള്ള കാര്യം, അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ശരി, അതിനുള്ള കാര്യം സിമ്പിള്. അല്ലാതെ അത് മോഡിക്ക് തിരിച്ചടി കിട്ടുന്ന കാര്യം നിങ്ങൾ ആഘോഷിക്കുകയാണ്. ശ്രീ അനിൽ ബോസ്, താങ്കളുടെ വേളയാണ്. ഇത് കോൺഗ്രസ്സുകാർ മറുപടി പറയൂ. ഇമ്രാൻഖാൻ പറയുന്നത് ഭേദമാക്കി ഇമ്രാൻഖാന്റെ പത്മശ്രീയോ അല്ല പത്മശ്രീ പറയൂ. സ്ഥിരമായ ഒരു ശൈലി, ശ്രീകുമാർ നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ സ്ഥിരമായ ശൈലിയിലേക്ക് അദ്ദേഹം നീങ്ങുന്നു എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരാണ് ഇമ്രാൻഖാനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അമിത്ഷാ പറയുന്നത് വയനാട് പോലെ 52% ഹിന്ദുമത ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോലും ന്യൂനപക്ഷങ്ങളാണെന്ന് പ്രചരിപ്പിച്ച് അവിടുത്തെ ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണ് എന്ന് പ്രസംഗിക്കുന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അക്കാലത്തുമായിട്ടാണ് മാത്രമല്ല ഇവിടെ നരേന്ദ്രമോദി തോറ്റാൽ പടക്കം പൊട്ടിക്കുക പാകിസ്ഥാനായിരിക്കും, കാരണം പാകിസ്ഥാനാണ് നരേന്ദ്രമോദിയുടെ വരവ് ആഗ്രഹിക്കാത്തത് എന്നതൊക്കെ പ്രചരിപ്പിച്ചതാണ് ഇന്ന് ഇമ്രാൻഖാന്റെ വാദത്തോടെ പൊളിഞ്ഞു വീഴുന്നത്. അനിൽ ബോസ്, എന്റെ അജിം ഷാദെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ ആളിക്കത്തിക്കാൻ ശ്രമിച്ച വർഗീയതയുടെ വിത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മുളയ്ക്കില്ല. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ വികസനപരമായി ഒന്നും ചെയ്യാതെ വർഗീയത മാത്രമാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പണിയല്ലാതെ ഈ നാടിന് ഗുണമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ അവർ കഴിയുന്നുണ്ടോ? നമ്മൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നോട്ട് നിരോധനം ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ ഇവിടുത്തെ കാർഷിക അഭിവൃദ്ധി ചർച്ച ചെയ്യുന്നില്ല? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റം ചർച്ച ചെയ്യുന്നില്ല? ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊന്നും പറയാതെ ഇവർ പാകിസ്ഥാന്റെ പതാകയാണ്, പാകിസ്ഥാൻ അനുകൂലികളാണ് കോൺഗ്രസുകാർ. ഇപ്പോൾ ശ്രീകുമാറും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇവർക്ക് പറയാൻ ഒപ്പം അത് വ്യക്തമാണ്. അനിൽ ബോസ്, ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ വിമർശനപരമായി തന്നെ കോൺഗ്രസിന് മുന്നിൽ ശ്രീ അനിൽ ബോസ് വിമർശനത്തോടു കൂടി തന്നെ മുന്നിലോട്ട് ഞാൻ വെക്കുന്നു. അതായത് ഇന്നലെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പുറത്തുവിട്ട നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കഥകൾ വേണ്ടവണ്ണം ചെന്നിത്തലയോ ഇവിടുത്തെ കോൺഗ്രസോ പ്രചരിപ്പിക്കുന്നില്ല. അതുപോലെ ആകരുത് ഈ റഫേൽ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ തിരിച്ചടികൾ. താങ്കൾക്ക് കർണാടകയുടെ ചുമതലയാണെങ്കിലും താങ്കളുടെ സഹപ്രവർത്തകരോട് ഇവിടെ ഒന്ന് പറയണം. അത് അജിംഷാദ്, ഈ നമ്മൾ പറയത്തില്ലേ ഇണക്കത്തിൽ വേല വെക്കരുതെന്ന് പറയത്തില്ലേ, ഒരു പണി ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ട് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതെ കാരണം അല്ലല്ല അനിൽ ബോസ് അതിനകത്തൊരു പരിഭവമുണ്ട്. അതായത് അത് പരിഭവം എന്റേതല്ല, ഞാൻ ആ ചോദ്യത്തെ പ്രതിനിധീകരിക്കുകയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിഭവമില്ല. പക്ഷേ അതായത് മസാല ബോണ്ട് പറയുന്നു, അത്തരം പ്രതിപക്ഷം ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യം നേരിട്ട വലിയ അഴിമതി, വ്യോമസേനാ വിമാനത്തിൽ അടക്കം കൊണ്ടുവന്നത്, അവിടെ അമിത്ഷായും BJPയും നേടിയ വലിയ അഴിമതിയെ സംബന്ധിച്ച് ചിത്രങ്ങൾ സഹിതം ദൃശ്യങ്ങൾ സഹിതമാണ് കപിൽ സിബൽ ഇന്നലെ വാർത്താ സമ്മേളനം പുറത്തുവിട്ടത്. അതേ സംബന്ധിച്ച് നിങ്ങളുടെ പ്രചരണങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല. അതാണ് പരിഭവമായി പറഞ്ഞത്. ശരി, ഞാൻ അംഗീകരിച്ചു. ഞാൻ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബലദേവ്, ഇത് എങ്ങനെയാകും തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യയിൽ പ്രതിഫലിക്കുക? ഒരുപക്ഷെ ഇതിന്റെ വിധിയോ, നേരത്തെ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് അത് സൂചിപ്പിച്ചു, ഇതിന്റെ വിധിയോ ഒന്നും തെരഞ്ഞെടുപ്പിന് മുമ്പോ വോട്ടെടുപ്പിന് മുമ്പോ ഒന്നും ഒരുപക്ഷെ പൂർണ്ണമായും പുറത്തെത്തില്ലായിരിക്കാം. പക്ഷേ താങ്കൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു, ഇവർക്കൊക്കെ അഴിയെണ്ണേണ്ടി വരും. അങ്ങനെയാണ് ഈ പോക്കിന്റെ ഉണ്ണിയെ കാണുമ്പോഴറിയാമല്ലോ ഊരിലെ പഞ്ഞം എന്ന് പറയുന്നത് പോലെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബൊഫേഴ്സിനെ പോലെ തന്നെ ഒരു വലിയ വിഷയമായി വോട്ടേഴ്സ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച്
ഏറ്റവും വലിയൊരു അഴിമതിയാണ് റാഫേൽ അഴിമതി. അതിനകത്ത് അനിൽ അംബാനിയുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. PF ഫണ്ട് വേർതിരിച്ച് വിട്ടതും. ഇപ്പോൾ ഇവിടെ യുദ്ധത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. 1989 കാർഗിൽ യുദ്ധം BJPയുടെ സൃഷ്ടിയായിരുന്നു. അതും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വാജ്പേയി നയിച്ചൊരു യുദ്ധമായിരുന്നു അത്. ഇപ്പോഴും തീർച്ചയായിട്ടും കാശ്മീരിലെ ജനങ്ങളെ വേണ്ട രീതിയിൽ നയതന്ത്രപരമായി അവരെ സ്വാധീനിക്കാതെ ശരിയാണ്, അവിടെ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാക്കി ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് ശരിയാണ്. താങ്കൾ പറഞ്ഞതിന്റെ ആ സ്പിരിറ്റ് മനസ്സിലായി. ശ്രീ ദീപക് പ്രകാശ്, വെറും 10 സെക്കൻഡ് കൊണ്ട് താങ്കൾക്ക് പ്രതികരിക്കാൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ട് എങ്കിൽ. ഞാൻ ശ്രീകുമാർ പറഞ്ഞത് വ്യക്തമായി കേട്ടില്ല. പക്ഷേ ശ്രീകുമാർ, ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ വ്യക്തമായി പറയുകയാണ്. അന്ന് അറ്റോർണി ജനറൽ വേണുഗോപാൽ സാർ ഒരു നോട്ട് കൊടുത്തിരുന്നു. ആ നോട്ട് ജഡ്ജ്മെന്റിൽ കോട്ട് ചെയ്തപ്പോൾ ഈസ് ഹാസ് ബീൻ ആയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈസ് ഹാസ് ബീൻ ആവുമ്പോൾ അതിന്റെ അർത്ഥം വളരെയധികം മാറിപ്പോയിരുന്നു. ഇത് അറ്റോർണി ജനറലിന്റെ മുമ്പിൽ, കൺട്രോളർ അറ്റോർണി ജനറലിന്റെ മുമ്പിൽ വെച്ചു എന്ന രീതിക്കായിരുന്നു അത് മാറി വന്നത്. പക്ഷേ ആ പെറ്റീഷന്റെ റിപ്പോർട്ട് ഇനിയും അതിന്റെ ഓർഡർ ഞാൻ കണ്ടില്ല. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. വ്യക്തമാണ്, അതിൽ വ്യക്തമാണ്. ശ്രീകുമാർ, അതിൽ എല്ലാ സംഘപരിവാർ പ്രവർത്തകരും തള്ളാറുള്ളത് പോലെ ഒരു തള്ളു തന്നെയാണ് ആ വിഷയത്തിൽ ഉണ്ടായത്. ഒരു പക്ഷേ അത് വെർഡിക്റ്റിൽ കോട്ട് ചെയ്ത കാര്യമാണ്. വെർഡിക്റ്റിൽ കോട്ട് ചെയ്തെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ കാര്യം വക്കീലന്മാർ കാണാറുള്ളതാണ്. നിങ്ങൾ ശ്രീകുമാർ അല്ലല്ല, ശ്രീകുമാർ, അതായത് കൊടുക്കുന്ന കാര്യങ്ങൾ, വാദിയായാലും പ്രതിയായാലും കൊടുക്കുന്ന കാര്യങ്ങൾ അഫിഡവിറ്റ് വെർഡിക്റ്റിൽ അതുപോലെ കോട്ട് ചെയ്യപ്പെടാറുണ്ട്. വെർഡിക്റ്റിലുള്ള തെറ്റ് പരിശോധിക്കാൻ നിങ്ങൾക്ക് പറയാൻ അവകാശമില്ലല്ലോ. വെർഡിക്റ്റിലെ തെറ്റ് നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല. നിങ്ങൾ കൊടുത്തത് നോ ശ്രീകുമാർ, തർക്കിക്കരുത്. നിങ്ങൾ കൊടുത്ത കാര്യം PACയുടെ മുമ്പിൽ വെച്ചു എന്നത് അടക്കമുള്ള നിങ്ങൾ കൊടുത്ത കാര്യങ്ങളെ തിരുത്താണ്. അത് തിരുത്തണമെന്നാണ്. അത് വെർഡിക്റ്റിൽ പ്രതിഫലിച്ചത്. അത് വെർഡിക്റ്റിൽ പ്രതിഫലിച്ചത് തിരുത്തണമെന്നാണ് പറഞ്ഞത്. അതേക്കുറിച്ച് താങ്കൾ മുമ്പോട്ട് വെച്ചത് പച്ചക്കള്ളത്തരമാണ്. അത് താങ്കൾ തീർച്ചയായും ഇങ്ങനെ ആരും കാണുന്നില്ല എന്നാണ് എല്ലാ ഒട്ടകപക്ഷിമാരുടെയും വിചാരം. പക്ഷേ കാണും, എല്ലാവരും കാണുന്നുണ്ട്. അതിന്റെ സൂചനയാണ് ഇന്ന് കോടതിയുടെ മുഖത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി എത്തിയത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.